അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഇന്ന് പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോർജ് കുട്ടിയാണ്. ഈ സാക്ഷ്യം ഒരുപക്ഷെങ്കിൽ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ ഈറനണിയുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ മഹത്വമുള്ള വേലയുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ ആൻഡമാൻ നിക്കോബാറിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരുന്ന ഈ ദൈവദാസൻ്റെ ജീവിതത്തിൽ നേരിട്ട ചില വേദനാജനകമായ അനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തൻ്റെ 2 കാലുകളും മുട്ടിന് താഴെ വെച്ച് മുറിക്കുവാൻ ഇടയായി തീർന്ന അതിദാരുണമായ ചില അനുഭവങ്ങൾ. തൻ്റെ ഇടത് കണ്ണിന് താഴെ വലിയൊരു മുഴയുണ്ടായി 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട ഒരു അനുഭവം. 2 കണ്ണിന് കാഴ്ചയില്ലാതെയും 2 കാലുകൾ മുറിച്ചു മാറ്റപ്പെട്ട് അർത്ഥപ്രാണനായിരിക്കുന്ന അനുഭവത്തിൽ ആയിരിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട്, തൻ്റെ സ്വന്തമല്ലാത്ത വീട്ടിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സാക്ഷീകരിക്കുന്ന ഈ ദൈവത്തിൻ്റെ സാക്ഷ്യം നമുക്കേവർക്കും ഒരു പ്രത്യാശയായി തീരുവാൻ നമുക്ക് കേൾക്കാം. ശ്രദ്ധയോട്, പ്രാർത്ഥനയോട്, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജായിട്ട് അറിയിക്കണം. ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 9 മണി മുതൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങളും അതിൽ പങ്കുകൊള്ളണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മേലവരെ സഹായിക്കട്ടെ. നാം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രിയ ജോർജ് കുട്ടി അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ജോർജ് കുട്ടി. ഞാൻ തൃശ്ശൂർ പീച്ചിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം അരോമിൽ ടി വിയിൽ നൽകിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതൊരു ദൈവകൃപയായ ദൈവത്തെ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഇതിലെന്നെ ജോയിൻ ചെയ്യുവാൻ എന്നെ സഹകരിപ്പിച്ച അരോമറ്റിയുടെ പ്രേക്ഷകൻ പാസ്റ്റർ ദാനിയൽ ജോണിനോടും അവരോടും അതിൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഉള്ളതായ നന്ദി ആദ്യ സമയം ഞാൻ ഓർപ്പിക്കുന്നു. ഈ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായ ദൈവമെന്ന് എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. അനുഭവ സാക്ഷ്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവം അതിന് എന്നെ ശക്തിപ്പെടുത്തുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന സഹകരണം ആവശ്യപ്പെടുന്നു. ദൈവം സഹായിക്കട്ടെ. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ ഒരു ചെറിയ കുടുംബത്തിൽ, ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ ക്രിസ്തീയ മാതാപിതാക്കൾ ജനിക്കപ്പെട്ടു. എനിക്ക് ഞങ്ങൾ 8 സഹോദരന്മാരാണ്. 5 ആൺമക്കളും 3 പെൺമക്കളുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ജനിച്ചത്. ആ ജനം തന്നെ അറിയാം. സാഹചര്യമൊക്കെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്താണ് ഞങ്ങളെ വളർത്തിയതും ഒക്കെ ആയിത്തീർന്നത്. വളരെ ബുദ്ധിമുട്ടിലും ഭാരത്തിലും ഒക്കെ അതേ ചെറുപ്രായമൊക്കെ കഴിഞ്ഞു പോകുവാൻ ഇടയായിത്തീർന്നു. എങ്കിൽ സ്വർഗത്തിലെ ദൈവം കൈവിടാതെ നടത്തി എന്ന് പറയുന്ന ഒരു മർത്തോമാ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ആ പാരമ്പര്യത്തിൽ വളർന്നു. നല്ല രീതിയിലൊക്കെ വളർന്നെന്ന് പറഞ്ഞാലും ഒത്തിരി പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ സഹിക്കേണ്ടി വന്നു. സ്വർഗത്തിലെ ദൈവം കൈവിട്ടില്ല എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ബാല്യകാലം പറയുവാണെങ്കിൽ, ഞാൻ പഠിച്ച സന്ദർഭങ്ങൾ എങ്ങനെ സ്കൂളിൽ പോയി എന്ന് പോലും എനിക്കറിയത്തില്ല. ആ സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുപ്പം പ്രായത്തിൽ മുതൽ തന്നെ പട്ടിണി കിടന്ന് നല്ലതുപോലെ പഠിച്ച 3 നേരം ഭക്ഷണം കഴിച്ച ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ആ സാഹചര്യത്തിലാണ് എൻ്റെ ജീവിത സാഹചര്യം തുടങ്ങിയത്. എൻ്റെ മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്താൽ അത്ര കിട്ടും ആ സമയത്തൊന്ന് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ സഹോദരന്മാർ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി അവരും കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ജീവിതമൊക്കെ ആരംഭിക്കുവാനിടയായിത്തീർന്നത്. എൻ്റെ പെങ്ങള് എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ടീച്ചറിന്റെ ഭവനത്തിൽ നിന്ന് പഠിക്കുവാനൊക്കെ
അവര് അവസരമൊരുക്കി. എൻ്റെ പെങ്ങളെ ടീച്ചറിന്റെ ഭവനത്തിൽ പഠിക്കുമ്പോൾ ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞ് 5-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എൻ്റെ പെങ്ങള് 9-ാം ക്ലാസ്സിലാണ് അവിടെ പഠിക്കുന്നത്. ഞാൻ 5-ലും ഞാൻ പെങ്ങൾ 9-ലും എൻ്റെ നേരെ മൂത്ത പെങ്ങൾ 7-ലുമാണ്. ഞങ്ങൾ 3 പേര് ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഇളയ പെങ്ങളും എൻ്റെ മൂത്ത 2 പെങ്ങളും പോലും പട്ടിണിയിലാണ് സ്കൂളിൽ ചെല്ലുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ ആരെയും അറിയിക്കുകയോ എൻ്റെ നാട്ടുകാരോ എൻ്റെ സ്കൂളിലുള്ളത് ക്ലാസ് റൂമിൽ ആരെയും അറിയുവാൻ ഇടയായി തീർന്നിട്ടില്ല. പലപ്പോഴും എൻ്റെ മൂത്ത പെങ്ങള് വന്ന് ചോദിക്കാറുണ്ട്, മോനെ നീ വല്ലതും കഴിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കള്ളം പറഞ്ഞാണ് ഒഴിയാറുള്ളത്, കഴിച്ചെന്ന് പറഞ്ഞാണ് ഒഴിയാറുള്ളത്. പലപ്പോഴും എന്നോട് വന്ന് ചോദിക്കും, നീ കഴിച്ചോ ഇല്ലെങ്കിൽ പറ എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് പറയുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ആരോടും ആ വിഷയം പറയാറില്ല. ഓണത്തിന്റെ അവധി സമയത്ത് എൻ്റെ പെങ്ങള് വീട്ടിൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ ഇപ്പം വല്ലതും കഴിച്ചിട്ടാണോ സ്കൂളിൽ വരുന്നെന്ന്. അന്നേരം അമ്മ പറഞ്ഞു, മോളെ ഒന്നുമില്ല, കഴിച്ചേച്ച് വരാൻ, അവൻ പട്ടിണിക്കാണ് വരുന്നത്, ഉച്ചയ്ക്കും വരാറില്ല എന്നൊക്കെ പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ പെങ്ങളെ കരഞ്ഞിട്ട് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, നീ പട്ടിണി ഇരുന്നിട്ടാണോ ഞാൻ കഴിക്കും എന്നൊക്കെ ചോദിച്ച് ഒത്തിരി സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ പെങ്ങള് പട്ടിണി കിടക്കുന്നത് ഇരിക്കുന്നത് കാണുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അത് ഉപേക്ഷിക്കുവാൻ ഇടയായിത്തീർന്നത്. എങ്കിലും പലപ്പോഴും എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട്. എൻ്റെ വേളയെ മറ്റേ പെങ്ങളുമുണ്ട്, ഞങ്ങൾ 2 പേരുണ്ട്. ഒരു പാത്രത്തിൽ ചോറ് കൊണ്ടുവരും, ഞങ്ങളെ 2 പേരെയും കഴിപ്പിച്ച് എൻ്റെ മൂത്ത പെങ്ങളെ പട്ടിണി ഇരിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും അത് കണ്ട് നിരാശപ്പെടാറുണ്ട്. ഞാൻ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്, എനിക്ക് വേണ്ടമ്മ, ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴുതിര് പറഞ്ഞ് മാറാറുണ്ട്. എങ്കിൽ നിർബന്ധിക്കും, ഞാൻ കഴിക്കാറില്ല. ഉച്ചയ്ക്ക് വീണ്ടും ബെല്ലടിക്കുമ്പോൾ ഞാൻ എവിടെങ്കിലും മാറിയിരിക്കും, അടുത്ത ബെല്ലടിക്കുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ സാഹചര്യത്തിലായിരുന്നു. ഉച്ചയാകുമ്പോഴത്തേക്ക് കൊണ്ട് 1 രൂപ 50 പൈസയൊക്കെ തരുന്ന മുട്ടായോ എല്ലാം മേടിച്ച് തിന്നെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു എൻ്റെ സ്കൂൾ ജീവിതം. എൻ്റെ പെങ്ങളെ 10-ാം ക്ലാസ് പഠനം കഴിഞ്ഞു പോയി. ഞാൻ ആ സമയത്ത് വരുന്നത് 7-ാം ക്ലാസ്സിലാണ്. ആ സമയത്തൊക്കെയുള്ള അവസ്ഥ പറയുവാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ജീവിതം. പലരും കളിയാക്കി നിന്ദിച്ചിട്ടും ഒക്കെയുള്ള അവസരമുണ്ട്. എങ്കിൽ അതൊന്നും വകവയ്ക്കാതെ മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ചെറുപ്പം മുതൽ ഒരു രോഗത്തിന്റെ അടിമയായിരുന്നു. ഒരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലായിരുന്നു എൻ്റെ ശരീര പ്രകൃതിയൊക്കെ. എങ്കില് ആ അസുഖത്തിന്റെ നടുവിലും എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നെ കരുതി ഈ മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ശരീരം നന്നാക്കാനൊക്കെ മേടിച്ചു തന്നെങ്കിലും എൻ്റെ ശരീരം നന്നാകുമോ ഒന്നുമില്ല. വളരെ ബുദ്ധിമുട്ടിയെങ്കിലും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനവധിയായി വന്ന് സംഭവിച്ചു. ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ പഠനം നിർത്തുവാനിടയായി തീർന്നു. തുടർന്ന് ജോലിക്കായി ഞാൻ ബാംഗ്ലൂരിൽ കടന്നുപോയി. ഒരു കമ്പനിയിൽ ഹെൽപ്പറായി ജോലിക്ക് കയറി. അന്ന് ശമ്പളം കിട്ടുന്നത് 300 രൂപയാണ്. അതുകൊണ്ട് ഞാൻ ജീവിതമൊക്കെ നയിച്ചു പോയി. ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ കത്തെഴുതുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, മോനെ നീ കഴിക്കുന്നുണ്ടോ, നിന്റെ ശരീരം എങ്ങനെയാണെന്നൊക്കെ. ഞാൻ നല്ല രീതിയിലെന്ന് പറഞ്ഞാണ് അവിടെ കഴിയാറുള്ളത്. 2 വർഷമായപ്പോൾ വലിയ രോഗിയായി എന്നെ നാട്ടിലെത്തിച്ചു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളിനെ നാട്ടിൽ കൊണ്ടുവന്നു. തിരുവല്ലയിൽ നിന്ന് ഓട്ടോ പിടിച്ച് എൻ്റെ വീടിന് മുമ്പിൽ വന്ന് നിർത്തി. എൻ്റെ അമ്മയും എൻ്റെ അപ്പനും വന്ന് എന്നെ കണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കരയുവാനിടയായി തീർന്നു. കൊണ്ടുവന്ന ആള് പറഞ്ഞു, അമ്മച്ചി ജോർജ് കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇനി നിർത്തിയേക്കരുതെന്ന്. എങ്കിലും എന്നെ വീട്ടിൽ കയറ്റി അവിടെ കിടത്തി. രാത്രിയായപ്പോൾ അതിശക്തമായ രോഗം എന്നെ പിടിച്ചു. എന്നെ തിരുവല്ല മെഡിക്കൽ മിഷൻ അഡ്മിറ്റ് ചെയ്തു. അവർ വളരെ ഭാരം പറഞ്ഞെങ്കിലും ചികിത്സിച്ചു, സൗഖ്യമായി. ഞാൻ വീട്ടിൽ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ അമ്മയും അപ്പനും മറ്റുള്ളവരും പറഞ്ഞു, ഇനി നീ ജോലിക്ക് പോകണ്ട, ഉള്ളത് കൊണ്ട് കഴിച്ച് ഇവിടെ കഴിയാമെന്നൊക്കെ പറഞ്ഞ് എന്നെ നിർത്തി. എങ്കിൽ 2 വർഷമായി. 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും എന്നെ രോഗം പിടിച്ചു. എൻ്റെ വയറിന് വേദന വന്നു. വേദന വളരെ ഭാരമായി. അത് തിരുവല്ല മെഡിക്കൽ മിഷനിൽ തന്നെ കൊണ്ട് കാണിച്ചു. വളരെ പെട്ടെന്ന് അവർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. എൻ്റെ വയറ്റിലെ അപ്പൻഡിക്സ് വന്നത് പഴുത്തു, അത് പൊട്ടാറായി, ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആളിനെ കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് എന്നെ അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് ICU-ന്നൊക്കെ എന്നെ പുറത്തിറക്കിയെങ്കിലും ആ സമയമൊക്കെ ഞാനൊരു മർദ്ദവക്കാരന്, പെന്തിക്കോസുകാരോട് യാതൊരു ബന്ധവുമില്ലാതെ, ആ ജീവിതത്തോട് യാതൊരു അനുഭവമില്ലാതെ അവരുമായി വളരെ തർക്കിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ
ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി. പിന്നെയും പറഞ്ഞത് ഈ 3 പ്രാവശ്യം ഇതേ രോഗത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ എറണാകുളത്തുള്ള പാസ് ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് എന്നോട് ഒത്തിരി 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ജോർജ് കുട്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും, വേദപുസ്തകത്തിലെ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെന്താണെന്ന് അറിയത്തില്ല. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ജോർജ് കുട്ടി അങ്ങനല്ല, പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ സമ്മതിക്കെ, പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞത്, പാസ്റ്റർ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ ഇന്ന് സൗഖ്യമാക്കിയാല് ഞാൻ ദൈവത്തിനായി ഇറങ്ങിത്തിരിക്കും, ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുമെന്ന്. പാസ്റ്ററും ഫാമിലിയും അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണു തുറന്നു നോക്കി കിടന്നു. പാസ്റ്ററും ഫാമിലിയും കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിനൊരു ബലം വന്നു. എന്താണെന്ന് എനിക്ക് അതിന് പ്രത്യേക ബലം വന്നു. ശരീരത്തിൽ നിന്ന് ഏതോ അഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും? ഞാൻ പറഞ്ഞ പോലെ വ്യത്യാസമുണ്ട്. ഞാൻ പിന്നെ കടന്നു വരാമെന്ന് പറഞ്ഞ് പോയി. എൻ്റെ ശരീരം അന്നേരം ബലപ്പെട്ടു. ഡോക്ടർ ട്രൗൺസിന് വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഡിസ്ചാർജ് വേണം, ഇന്ന് ആ വീട്ടിൽ പോവാണെന്ന്. ഡോക്ടർ പറഞ്ഞു, ജോർജ് കുട്ടി എന്താണ് പറയുന്നത്, ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ഡോക്ടറോട് ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ ഡിസ്ചാർജ് എഴുതി ഞാൻ വീട്ടിൽ പോയി. പറയട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു രോഗത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ മരുന്നിന് പോകുവാൻ ഇടയായി തീർന്നിട്ടില്ല. അന്ന് എനിക്ക് ആ രോഗത്തിന് സൗഖ്യം തന്നു. പിന്നീട് രോഗം എൻ്റെ ശരീരത്തിൽ വരികയോ അതിന് മരുന്ന് കഴിക്കുവാനോ ഇടയായി തീർന്നിട്ടില്ല. ദൈവം പ്രാർത്ഥന കേട്ടു. എങ്കിലും ഞാൻ പെന്തക്കോസ്തുകാരുടേതായ ബദ്ധതയോ അതോട് സ്നേഹമോ ഇല്ലാതെയായി. ഞാൻ അങ്ങനെ വീട്ടിലൊക്കെ എന്ന് പള്ളിയിലും എല്ലായിടത്തും പോകും. പക്ഷെ പെന്തക്കോസ്തുകാരുമായിട്ട് ഞാൻ മറ്റേ സംഘടനയുടെ ഒന്നും ഒരു ബന്ധവും ഇല്ലാതിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ കിടന്നപ്പോൾ നോക്കിക്കൊണ്ടിരുന്നു. ദൈവാത്മാവിനോട് പറഞ്ഞത്, ഇങ്ങനെ കിടന്നാൽ പോരാ എന്ന് പറഞ്ഞ് എന്നെ തട്ടി ഉണർത്തി ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമെന്ന് പറഞ്ഞ് എന്നെ തട്ടി ഉണർത്തി. എൻ്റെ മുറിയിൽ ഒരു നല്ലൊരു പ്രകാശം വന്നു. ഞാൻ അന്ന് രാവിലെ തന്നെ എന്നെ പാസ്റ്റർ വീട്ടിൽ പോയി, ചർച്ചിൽ പോയി പാസ്റ്ററുടെ വിഷയം പറഞ്ഞു. പാസ്റ്ററിനോട് പറഞ്ഞു, ജോർജ് കുട്ടി ആ ദർശനം ദൈവം തന്നെ ജോർജ് കുട്ടിയെ കണ്ടിരിക്കുന്നു, ദൈവവേലയ്ക്കായി എത്രയും പെട്ടെന്ന് സമർപ്പിക്കണം, ദൈവവേലയ്ക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലെ ചിന്ത, എൻ്റെ വീട്ടിലെ പട്ടിണിയും എൻ്റെ വീട്ടിലെ ദുരിതവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിന്നു. എങ്കിൽ ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ അപ്പനോടും പപ്പായോടും പറഞ്ഞു, ഇന്ന പോലെയാണ് സംഗതി. എന്നോട് പറഞ്ഞു, മോനെ നീ പെന്തക്കോസ്തിൽ പോകണ്ട, ഭർത്താവിലെ ഒരു ഉപദേശിയാക്കാം. എൻ്റെ അമ്മാച്ചനാണെങ്കിൽ ഭർത്താവിലെ വലിയൊരു ഉപദേശിയാണ്, ഭർത്താവിലെ ഉപദേശിയാക്കാന്നൊക്കെ പറഞ്ഞു. എങ്കിലും എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത ഓടി വന്നു. ഞാൻ അമ്മയോടും ഒക്കെ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പുള്ളി ചെയ്. ഞാൻ അവിടെ എൻ്റെ ആ ചർച്ചിൽ 21 സുഭാഷ പ്രാർത്ഥന നടക്കുന്നു. ഞാൻ ചില ദിവസങ്ങൾ അവിടെ പോയി. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. 20ാമത്തെ ദിവസം പാസ്റ്റർ അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നാളെ സ്നാനം നടക്കുന്നുണ്ട്, സ്നാനപ്പെടാൻ താല്പര്യപ്പെടുന്നവർ എഴുന്നേൽക്കാവുന്ന. ആ കൂട്ടത്തിൽ ഞാനും ഒന്നാമതായി എഴുന്നേറ്റു. ആരോടും ചോദിച്ചില്ല. ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നുകൊണ്ട് എഴുന്നേറ്റു, സ്നാനപ്പെടുവാനൊക്കെ തീരുമാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, മോനെ അമ്മാച്ചൻ സമ്മതിക്കത്തില്ല, പ്രശ്നം ഉണ്ടാക്കും, സഹോദരന്മാരൊക്കെ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന പോലാണ് സംഗതി എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ ധൈര്യപ്പെടുത്തി. ഞാൻ അവിടുന്ന് ഞായറാഴ്ച രാവിലെ ഒരു കവറിലൊരു ഡ്രസ്സുമായി ഞാൻ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്നാനത്തിനായി കൊണ്ടുപോയി സ്നാനപ്പെട്ട് തിരിച്ചു വന്നു. അന്ന് വീട്ടിൽ ചെന്നപ്പോൾ വളരെ പ്രശ്നമായി. എൻ്റെ അമ്മാച്ചൻ വീട്ടിൽ അറിയിച്ചു, ഇനി അവനെ വീട്ടിൽ കയറ്റരുത്, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം. വീട്ടിൽ വന്ന ഞാനും നീയുമായിട്ട് ബന്ധമില്ല, എൻ്റെ പെങ്ങളുമായി എൻ്റെ അമ്മയുമായി ബന്ധമില്ലെന്ന് ഒത്തിരി പ്രയാസങ്ങളൊക്കെ പെടുത്തി. എൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടുത്തി കരയേണ്ടതൊക്കെ വന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത്, അമ്മ കരയേണ്ട, ദൈവം എന്നെ കണ്ടെങ്കിൽ ദൈവം സഹായിപ്പാൻ ശക്തനാണ്. അതുമുതല്
ഞാനത് ദൈവസേനയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു, പാസ്റ്റോട് വിവരങ്ങളൊക്കെ പറഞ്ഞു, ചർച്ചിൽ പോവും, അവിടെ ദൈവം പറഞ്ഞു, എന്നോട് പറഞ്ഞു, ജോർജ് കുട്ടി ദൈവവേലയ്ക്ക് ദൈവം വിളിച്ചിട്ടുണ്ട്, പഠിക്കുവാനുള്ള തയ്യാറെടുപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പാസ്റ്റോട് പാസ്റ്റേ പഠിക്കാൻ പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ വീട്ടുകാരുടെ സ്ഥിതി ഇതാണ്, ആരും എന്നെ സഹായിക്കുന്നില്ല. പാസ്റ്റോട് പറഞ്ഞു, ജോർജ് കുട്ടി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ജോർജ് കുട്ടിയെ സഹായിക്കാം. ഞാൻ എൻ്റെ അമ്മയോട് പിന്നെ ചെന്ന് അമ്മ ഞാൻ പഠിക്കാൻ പോയപ്പോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ പൊക്കോ, മറ്റുള്ളവർ എടുത്താലും നീ ദൈവസേനയിൽ നിനക്ക് നീ സമർപ്പിച്ചതാ, മോൻ പൊക്കോ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. ഞാൻ ഒരു കവറിൽ ഒരു തുണിയുമായി ഞാൻ ഭവനത്തിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ അപ്പൻ അച്ചായൻ ശകലം പൈസ കയ്യിലുണ്ട്, അമ്മയുടെ അടുത്ത് കൊടുത്ത് ചെയ്ത് അവന്റെ കൊടുക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ട് മേടിക്കട്ടെന്ന് പറഞ്ഞ് അമ്മ എന്റെ കൊണ്ട് തന്നപ്പോ അമ്മയോട് പറഞ്ഞു, വേണ്ട, ഇവിടുത്തെ ബുദ്ധിമുട്ട് എനിക്കറിയാം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അമ്മ എന്നെ നിർബന്ധിച്ചു, അച്ഛനെ നിർബന്ധിച്ചു, മോനെ ഇത് കയ്യിലിരിക്കട്ടെ, എന്തെങ്കിലും നിനക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുവാനായിത്തീർന്നു. ഞാൻ ആ പൈസയും ആ കവറുമായി ചർച്ചിൽ ചെന്നു. അവിടെ ചെന്ന് പാസ് ഒരു നിൽപ്പുണ്ട്, അവിടുന്ന് ഒരു ബാഗ് തന്നു. ആ ബാഗിൽ ഡ്രസ്സും ബൈബിളും വെച്ച് പാസ്റ്ററിനെ ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി തെങ്കാശിയിൽ ഏഷ്യൻ ഡെപ്യൂട്ടി സെമിനാരിൽ എന്നെ കൊണ്ട് ചേർത്തു. അവിടെ കൊണ്ട് ചേർത്ത് കുറച്ചു നേരം കഴിഞ്ഞ് പാസ്റ്ററോട് തിരിച്ചു പോരുന്നു. തിരിച്ചു പോരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഏകനെന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. കരഞ്ഞതിന് രാത്രികൾ ഓർക്കുവാൻ പോലും കഴിയത്തില്ല. പിറ്റേ ആഴ്ച പാസ്റ്റോളത്തിന് കടന്നു വന്ന് ക്ലാസ്സിലേക്ക് വന്നു. ഞാൻ ചിന്തിച്ച് എന്തിനാണെന്ന് വന്നു. പാസ്റ്റർ പഠിപ്പിക്കാൻ അവിടുത്തെ ടീച്ചറാണ്, സാറാണ്, പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പാസ് പഠിപ്പിച്ചു കഴിഞ്ഞ് എന്നെ റൂമിലേക്ക് വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചു, എന്താണ് ജോലി വന്നതിൽ ഒത്തിരി ക്ഷീണിച്ചല്ലോ, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്സേ എനിക്ക് കഴിക്കാൻ പോലും മനസ്സുണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു. പാസ്റ്ററിനോട് പറഞ്ഞു, ഓരോരുത്തർ കഴിക്കണം എന്നൊക്കെ പറയുന്നത് ധൈര്യപ്പെടുത്തി മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞു, ഈ ജോർജ് കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. പോയപ്പോൾ ഒരു കവറിൽ നിന്ന് സോപ്പും മറ്റു കാര്യങ്ങളെല്ലാം എന്നെ തന്നേച്ചു, പറഞ്ഞത് കയ്യിലിരിക്കട്ടെ, ഞാൻ ഇനി അടുത്ത മാസം വരും, അന്നേരം എന്തോ വേണം ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടുപോയി. ഞാനത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അല്പം ധൈര്യം വന്നു. എല്ലാവരും എന്നെ ധൈര്യപ്പെടുത്തി, വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ ഒരു വർഷം അവിടെ പഠിച്ചു. പഠിക്കുന്നതിനും പാസ്റ്റർ നാട്ടിൽ വരുമ്പോൾ ആ റോഡിലൂടെ കടന്നു പോകാൻ അമ്മ ഓടി വന്ന് കരഞ്ഞിട്ട് ചോദിക്കും, എൻ്റെ മോൻ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ പാസ്റ്റർ പറയും, ഞാൻ അവിടെ പോകുന്നുണ്ട്, അതുകൊണ്ട് വിഷമിക്കാന്നുണ്ടായെന്ന് പറഞ്ഞ് പാസ്റ്റർ ധൈര്യപ്പെടുത്തുവാനിടയായി തീരും. ഒരു വർഷം കഴിഞ്ഞ് പഠനമൊക്കെ പൂർത്തിയായി. ഞാൻ അവിടുന്ന് ആ ബൈബിൾ കോളേജിൽ തന്നെ അവരുടെ ടീമിൽ വിടുന്നുണ്ട്, ആത്മീയ യാത്രയുടെ ടീമിൽ വിടുന്നുണ്ട്. എന്നോട് ചോദിച്ചു പോകണമെന്ന് പാസ്റ്റർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അവരുടെ കൂടെ പോകണ്ട, എനിക്ക് ഇനി പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മല്ലപ്പള്ളി സിയോൺ ബൈബിൾ കോളേജിൽ പിന്നെ ചെന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട് ചെന്നു. ഫോം എല്ലാം പൂരിപ്പിച്ചു കൊടുത്ത് എന്നെ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ ആ ബൈബിൾ കോളേജിൽ വേണ്ടത് ഒരു വർഷം 15 പേരാ. ഞങ്ങൾ ഇന്റർവ്യൂവിന് 76 പേര് എന്നിട്ടുണ്ട്. ഞാൻ എന്നാൽ അവിടെ ചിന്തിച്ചു, എനിക്ക് വിദ്യാഭ്യാസം കുറവ്, എന്നെ എടുക്കുമോ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നു. എങ്കിലും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂ ചെയ്ത ഡീൻ എന്നോട് പറഞ്ഞു, വിളിക്കാം, കത്തയക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു. ഞാനത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവത്തോട് ചോദിച്ചു, നിന്റെ ഹിതമാണെങ്കിൽ മാത്രം എന്നെ ഇവിടെ അയക്കണം. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്റർവ്യൂ കാർഡ് വന്നു. ഇത്രാം തീയതി ക്ലാസ് തുടങ്ങും, ഇത്ര മണിക്ക് തക്ക സമയത്ത് വരണമെന്നും പറഞ്ഞ് ഞാൻ പാസ്റ്റോടി പാസ്റ്റർ ഇന്ന പോലാണ് സംഗതി. പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ തന്നെയാണ് എന്നെ കൊണ്ടാക്കി അവിടെ പഠിക്കാനുള്ള സഹായങ്ങളൊക്കെ ഒരുക്കി തന്നു. 3 വർഷക്കാലം അവിടെ പഠിച്ചു. ദൈവം എന്നെ സഹായിച്ചു. 3 വർഷക്കാലവും ദൈവത്തിന്റെ കരുതലുണ്ടായിരുന്നു. മാനുഷികരങ്ങളിൽ ആശ്രയിക്കാതെ ദൈവകരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് 3 വർഷക്കാലം ഐശ്വര്യമായി പഠിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി. 96-ൽ അവിടുത്തെ പഠനം പൂർത്തിയാക്കി ഞാൻ പുറത്തിറങ്ങി. എൻ്റെ മാതൃസഭയിൽ ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ പങ്കുചേർന്നു. അവിടുത്തെ ഏറിയ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ സംബന്ധിച്ചിടയാക്കി. അവിടെ എന്നെ ആത്മീയമായി വളർത്തി. 97-ൽ എൻ്റെ വിവാഹം പീച്ചിയിൽ നിന്ന് നടന്നു. അവിടെ 97 ഓഗസ്റ്റ് മാസം 7-ാം തീയതി എൻ്റെ വിവാഹം നടക്കുവാനിടയായിത്തീർന്നു. ആ വർഷം 97 തന്നെ പീച്ചി ഡിസ്ട്രിക്റ്റിൽ അതേ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് സഭയുടെ ശുശ്രൂഷയിലായിത്തീരുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കഷ്ടതയും ബുദ്ധിമുട്ടും പട്ടിണിയും ഒക്കെ ഉണ്ടെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ ദൈവം കൈവിടാതെ സൂക്ഷിച്ചു. ആദ്യമായി ഞാൻ ഇരുന്നത് പീച്ചി ഡിസ്ട്രിക്റ്റിൽ കിഴക്കേക്കോട്ടയാണ്. അത് കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ 3 ഡിസ്ട്രിക്റ്റിൽ കാന്തല്ലൂര്,
ബദേൽ IPC ഹാളിലിരുന്നു. അതിനുശേഷമായി തിരുവനന്തപുരത്ത് തിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തു. അതിനുശേഷം നീലഗിരിയിലെ അയ്യങ്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ഈ സ്ഥലങ്ങളിൽ അയ്യങ്കൊല്ലി കഴിഞ്ഞ ഞാൻ വിശാഖപട്ടണത്ത് വിശാഖപട്ടണം ഗാജുവാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തു. അതിനുശേഷം ഏകദേശം 19 വർഷം ആൻഡമാൻ നിക്കോബാറിൽ ദൈവവേലയുടെ ബന്ധത്തിൽ ആയിത്തീർന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ ആൻഡമാനസിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മാനെ പോലെ തുള്ളിച്ചാടി പോയ സന്ദർഭമാണ്. തിരിച്ചു വന്നപ്പോൾ രണ്ട് കാലുമില്ലാതെ വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുവന്നത്. ദൈവം അത്ഭുതകരമായിട്ട് അവിടെ സൂക്ഷിച്ചു എന്ന് പറയുവാൻ വളരെ സന്തോഷമുണ്ട്. ആയിരുന്ന സ്ഥലങ്ങളിലൊക്കെ, ഞാൻ കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ദൈവം എന്നെ അയച്ചതാണ്. ആരുടെയും അനുവാദത്തോടെ എല്ലാവരും എവിടെ പറഞ്ഞാലും അതുപോലെ അനുസരണത്തോടെ അവിടെയൊക്കെ പോകുവാനായിട്ട് ആയിത്തീർന്നു. ഏതൊക്കെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചെങ്കിലും ദൈവം കൈവിടാതെ നടത്തി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നും നടത്തുന്നു. ഈ 5 വർഷമായി ഞാന് എൻ്റെ ശരീര സുഖമില്ലാതെ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ ഏകദേശം 7 ഓപ്പറേഷൻ ആൻഡമാനസിൽ കഴിഞ്ഞു. എല്ലാം പറയുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എല്ലാം പറയാതെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ, കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഏറ്റവും വിടുതലായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓപ്പറേഷൻ ചെയ്തെങ്കിലും ദൈവം എന്നെ ജീവനോട് നിർത്തി എന്ന് ആദ്യം പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം 7 ഓപ്പറേഷൻ എന്ന് പറയുന്നത് എൻ്റെ വലത് കാലിന് ആദ്യം എൻ്റെ വലത് കാലിന്റെ വെള്ള കട്ട് ചെയ്തു. വേരിക്കോസ് വന്ന്, വേരിക്കോസ് വളരെ കൂടി, ഷുഗറും വന്നു. വേരിക്കോസ് കൂടി എൻ്റെ കാലിന്റെ രക്തഓട്ടം നിലച്ച് കാല് കറുത്ത് ആകെ പരുവത്തിലായി. അതുകൊണ്ട് കാലിന്റെ വെള്ള കട്ട് ചെയ്തു. വെള്ള കട്ട് ചെയ്തത് കഴിഞ്ഞപ്പോൾ കാല് പിന്നെയും ബുദ്ധിമുട്ടിലെത്തി. അതിനുശേഷം എൻ്റെ കാലിന്റെ തള്ളവിരല് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി. അതെല്ലാം ഓപ്പറേഷൻ ചെയ്ത് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജായി വീട്ടിൽ വിട്ടു. ആ ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ വന്ന്, ഡിസ്ചാർജായി വീട്ടിൽ വന്ന് 3-ാമത്തെ ദിവസമാണ് എനിക്ക് നാട്ടിൽ നിന്ന് ഫോൺ വന്നത്. എൻ്റെ അനിയൻ, അതേ കേറ്ററിംഗിന്റെ ജോലിക്കാരനായിരുന്നു, അവിടെ വെച്ച് തനിക്ക് നെഞ്ചിനകത്ത് വേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ വന്നു. എനിക്ക് ഇരിക്കാൻ എൻ്റെ ഹൃദയം ആകെ പൊട്ടി. അതിന് 2 ദിവസം മുമ്പേ എന്നെ വിളിച്ച് സംസാരിക്കുകയാണ്, നീ കാല് നാട്ടിൽ കാണിക്കാം, ഇനി അവിടെ കാണിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്. അതാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന്. എൻ്റെ ഈ കാലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയത്തില്ല, എന്നെ ഹോസ്പിറ്റലുകാർ വിടത്തില്ല. ഞാൻ ആകെ ഭാരപ്പെട്ടു. ഞാൻ രാവിലെ എൻ്റെ മൂത്ത മോനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ബെഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ അയ്യം വിളിച്ച് കരഞ്ഞു. ഡോക്ടർ വന്ന് ചോദിച്ചു, ജോർജ് എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ഇന്നതാ ഡോക്ടറെ. എന്നോട് പറഞ്ഞു, വിടാൻ പറ്റത്തില്ല, കാലിങ്ങനെ ഇരിക്കുമ്പോൾ പ്ലെയിന് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആ ഡോക്ടറെ വിട്ടില്ല. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നിർബന്ധമായി എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡോക്ടറിനോട് പറഞ്ഞു, ജോർജ് കരയരുത്, ഞാൻ വിടാം എന്ന് പറഞ്ഞ് എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നു. ഞാൻ അവിടുന്ന് സർട്ടിഫിക്കറ്റ് അത് മേടിച്ച് ഞാനും മോനുമായി വീട്ടിൽ വന്നപ്പോൾ പോകണം. അതിനുള്ള പൈസയുടെ കാര്യമാണ്. എൻ്റെ കൂട്ടുകാർ പല സ്ഥലങ്ങളിൽ വിളിച്ച് എന്നോട് ചോദിച്ചു, പാസ്റ്റേ അനിയൻ മരിച്ചു, നാട്ടിൽ പോയാൽ പറഞ്ഞ് പോകണം, എന്താണെന്നൊന്നും അറിയത്തില്ല. പാസ്റ്റേ പൈസയുടെ കാര്യത്തിൽ വിഷമിക്കേണ്ട, ഞങ്ങൾ പാസ്റ്റർക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞ് എന്നെ നാട്ടിലയച്ചു. ഞാൻ നാട്ടിൽ പോയി. അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചില ദിവസങ്ങൾ 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞ് ഡോക്ടറിലേക്ക് ചെന്നു. കാലിന് കുഴപ്പമില്ല. ഏകദേശം 20 ദിവസമായപ്പോൾ എൻ്റെ കാലിന് പിന്നെയും ബുദ്ധിമുട്ടായി. ആ കാലും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ടെസ്റ്റ് കഴിഞ്ഞ് എൻ്റെ വൈഫിനോടും മോനോടും പറഞ്ഞു, മോനെ കാലാകെ ബുദ്ധിമുട്ടിലായി, ഓരോ വിരല് ഊരിയെടുക്കാം അതുപോലുള്ള പരുവത്തിലായി, ഇനി എന്ത് ചെയ്യാനാണെന്നൊന്നും അറിയത്തില്ല. ഡോക്ടറുമാകെ വിഷമിച്ച് ഇറങ്ങിയിട്ട് എൻ്റെ മോനെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ജോർജിന്റെ കാല് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു നോക്കാം. മുട്ടിന് താഴെ വെച്ച് മുറിച്ചിപ്പോ നോക്കിയാൽ അത് കരിയുമെന്ന് തോന്നുന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മുഴുവൻ കാല് കട്ട് ചെയ്യണം, എന്താണെന്ന് ചോദിച്ചു. അവരാകെ വിഷമിച്ചു. എൻ്റെ അടുക്ക വന്നു. അവരുടെ നാട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചു എന്താണെന്ന്. എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറയുന്നു, അത് ചെയ്യാൻ പറഞ്ഞു. കാല് മുറിച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടൊക്കെ അവരെന്നോട് പറഞ്ഞെങ്കിലും
സമ്മതിക്കാൻ കാരണം ഡോക്ടർ പറഞ്ഞു ഈ കാല് മുറിച്ചില്ലെങ്കിൽ മുഴുവൻ കാല് മുറിക്കണം, ജീവൻ അപകടത്തിലാകും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിച്ചു, അവര് സമ്മതിച്ചു. ഒരു ഞായറാഴ്ച എന്നെ ഓപ്പറേഷൻ ചെയ്യുവാനായി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ബെഡൊക്കെ എടുത്തിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്റെ മുഖത്ത് നോക്കിച്ച് പറഞ്ഞ സംഗതി ഞാൻ ഓർക്കുന്നു, ജോർജ് എനിക്ക് ഈ കാല് മുറിക്കുന്നത് വളരെ സങ്കടമുണ്ട്, ഒരു ജീവനാണ് ഞാൻ കട്ട് ചെയ്ത് നഷ്ടപ്പെടുത്തുന്നത്, എങ്കിലും ജോർജിന്റെ ജീവൻ നിലനിർത്തേണ്ടത് ചെയ്തേ പറ്റത്തുള്ളൂ, സങ്കടപ്പെടരുത് എന്ന് പറയുകയും എന്റെ മുഖം മൂടി. പിന്നീട് ഞാൻ അറിഞ്ഞത് 4-ാമത്തെ ദിവസമാണ് എനിക്ക് ബോധം വന്ന് ഞാൻ അറിഞ്ഞത് എന്റെ അവസ്ഥ. പിന്നെ എന്റെ കാല് മുറിച്ചു എന്നുള്ള ചിന്ത എന്റെ മനസ്സിലില്ലായിരുന്നു. കാല് മുറിച്ചു എന്ന് പിന്നാണ് ഞാൻ എന്റെ വാർഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാണ് എന്റെ വൈഫ് എന്നോട് പറഞ്ഞത്, കാല് മുറിച്ചിട്ടുണ്ട്, എഴുന്നേൽക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാനത് ഓർത്ത് പകല് കരയത്തില്ല, രാത്രി ഒത്തിരി കരയുവാനിടയായി തീർന്നു. ഞാൻ തുള്ളിച്ചാടി നടന്നതാണ്. എന്റെ കാലിന്റെ അവസ്ഥ ഇങ്ങനായി എന്ന് കണ്ടപ്പോൾ കരഞ്ഞ് ദിനരാത്രങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എങ്കിലും കരഞ്ഞ് കരഞ്ഞ് അവിടെ കിടക്കും. ഡോക്ടർ വരുമ്പോൾ ചിരിക്കും. എങ്കിലും ഡോക്ടർ മുമ്പിലോ മറ്റുള്ളവരുടെ മുമ്പിലോ കരയാൻ പറ്റാതെ രാത്രി ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, എന്ത് സംഭവിച്ചെന്ന്. ദൈവാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ ദൈവം എന്ന് പറഞ്ഞു എന്നെ ധൈര്യപ്പെടുത്തും. ഷുഗറും ഒക്കെ ഉണ്ട്, എങ്കിലും എങ്ങനെ കരിയുമെന്നൊക്കെ ചിന്തിച്ചു. എങ്കിലും 28-ാമത്തെ ദിവസം എന്റെ മുറിവ് കരിഞ്ഞ് സ്റ്റിച്ചെല്ലാം എടുത്ത് ഞങ്ങളെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണ്. അവിടെ കയറ്റത്ത് കയറാൻ പറ്റുന്നതുകൊണ്ട് വാടക വീട്ടിൽ വന്ന് താമസിച്ചു. അവിടെ വന്ന് താമസിച്ചു 3-ാമത്തെ ദിവസം വരെ മോനും വൈഫും ഉണ്ട് എന്റെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ. 3-ാമത്തെ ദിവസം വെളുപ്പിനെ ആയപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണം തോന്നി. ഞാൻ ഓർത്തു അവരെ ബുദ്ധിമുട്ട് തന്നെ പോകുന്നുകൊണ്ട് ഞാൻ ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ പോയി പല്ല് തേച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ വാക്കർ താഴെ ശകലം താഴെ കുത്തിയിട്ട് താഴേക്ക് ഇറങ്ങാൻ നോക്കിയതാണ്. ഈ മുറിച്ച കാലാണ് താഴെ ചെന്ന് കുത്തിയത്. എന്റെ ബോധം അന്നേരം കാല് മുറിച്ചെന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ നിന്ന് പോയിട്ട് ഞാൻ ഈ താഴെ ചെന്നല്ല കാല് കുത്തിക്കെട്ട് അവിടെ മുറിവ് എല്ലാം പൊട്ടി, മുറിവ് ആ ദശയെല്ലാം താഴോട്ട് ചാടി, ആ മുറിവ് മൊത്തം ബ്ലഡായി. കണ്ടവരെന്റെ വൈഫും എന്റെ മക്കൾ കണ്ടവരൊക്കെ തല കറങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഓരോ തുണി കൊണ്ടുവന്നു ഏകദേശം 7 തുണി വെച്ച് വരിഞ്ഞു കെട്ടി. ബ്ലഡ് നിൽക്കത്തില്ല, ഉടനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞ് ആ ബെഡിൽ ഇരുത്തിയപ്പോൾ ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നോട്ട് പൊട്ടിക്കരഞ്ഞു. ഡോക്ടർ എന്നോട് ചോദിച്ചു, ജോർജെ ഇത്രയും ദിവസം കരഞ്ഞ മുഖം ഞാൻ കണ്ടിട്ടില്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ കരഞ്ഞത്? ഡോക്ടറിനോട് പറഞ്ഞു, ജോർജെ വിഷമിക്കണ്ട, ഞാനുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. പിന്നെയും ആ കാൽ അവിടെ കിടന്നു. എന്റെ മരുന്നുകളെല്ലാം ചെയ്ത് കരിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ചില മാസം 9 മാസം 10 മാസമായപ്പോൾ ഞാൻ എൻ്റെ വലത് കാല് വെച്ചു. നടക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എല്ലായിടത്തും പോകാനും വരുവാനും ഒക്കെ തുടങ്ങി. ആ കാലും വെച്ച് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മൂത്ത പെങ്ങള്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് ടീച്ചറിന്റെ ഭവനത്തിൽ നിന്ന് പഠിച്ചു വന്ന്, ആ മൂത്ത പെങ്ങള് ഡൽഹിയിൽ ജോലിയായിരുന്നു, ക്യാൻസറായി. അത്താനെ നാട്ടിൽ കൊണ്ടുവന്നു. ആ സമയത്ത് ഞാൻ ഈ കാല് മുറിച്ചിരിക്കുമ്പോഴാണ് അറിഞ്ഞത്. വിളിച്ചു പറഞ്ഞു പെങ്ങള് മരിച്ചെന്ന്. എനിക്ക് സഹിക്കാൻ വയ്യാത്തതായ ഭാരമുണ്ടായി. കാരണം എന്നെ ഏത് സമയത്തും എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ് എന്നെ സഹായിക്കുകയും എന്റെ സുവിശേഷ വേലയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് മരിച്ചെന്നറിഞ്ഞപ്പോൾ എന്റെ ഹൃദയം വളരെ പൊട്ടി. ഒന്നും ചെയ്യാൻ പറ്റാത്ത പരിപാടിക്ക് നാട്ടിൽ പോകാൻ കഴിയത്തില്ല, ഈ കാലും വെച്ചുകൊണ്ട് പോകാനൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി കരഞ്ഞുവെങ്കിലും ദൈവം എന്നെ ആശ്വസിപ്പിച്ചു. ദൈവം പറഞ്ഞത് ഒന്നറിയാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല, ദോഷമായിട്ട് ഒന്നും ചെയ്യുന്ന ദൈവമല്ല എന്ന് ദൈവം എന്നെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ധൈര്യപ്പെട്ടു. അത് കഴിഞ്ഞ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാല് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വൈഫുമായി നാട്ടിൽ കടന്നു പോകാൻ ഇടയായിത്തീർന്നു. അവിടെ ചെന്ന വീടൊക്കെ കണ്ടു, കാര്യങ്ങളെല്ലാം കണ്ട് തിരിച്ചു വന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത് കാലിന് പ്രയാസം തുടങ്ങിയത്. കാല് താഴെ കുത്താൻ പറ്റത്തില്ല, വളരെ വേദനയായി. കാല് താഴെ പോലും കുത്താതെ ചാടി ചാടി നടക്കും. ചിലപ്പോൾ മൂത്ത മോനെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകും. ആ സ്ഥിതിയിലായി. ഞാൻ ഇവരെ ബുദ്ധിമുട്ട്, എൻ്റെ വൈഫിനെയും മക്കളെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന് കണ്ട് ഞാൻ തനിയെ ഹോസ്പിറ്റലിൽ പോയി. ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു. എൻ്റെ കാല് കണ്ടുകൊണ്ടാണ്
ഡോക്ടർ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ എന്നെ വിളിച്ചു. അഡ്മിറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന് അവർ വന്നു കഴിഞ്ഞപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഈ കാര്യം വളരെ പ്രശ്നമായി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ മരുന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. 40 ദിവസം എന്റെ കാല് മുറിക്കാതിരിക്കാൻ അവര് മരുന്നുകളൊക്കെ ചെയ്തു. ഓരോ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴും ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ മയങ്ങി വീഴും. അത്ര ഡോസുള്ള ഇഞ്ചക്ഷനാണ്, ഡബിൾ ഡോസിന്റെ ഇഞ്ചക്ഷനും ഉറക്കത്തിൻ്റെതായ ഇഞ്ചക്ഷനും ഒത്തിരി മരുന്നുകളൊക്കെ ചെയ്തു. 40 ദിവസമായിട്ടും എന്റെ കാലിന് വേദന മാറുകയോ നിലത്ത് കുത്തുവാൻ വയ്യാതെയായി. എന്റെ കാല് മേപ്പോട്ട് പഴുത്ത് കയറുകയാണ്. ഒടുവിൽ ഡോക്ടർ 41ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, ഈ കാല് മുട്ടിന് താഴെ വെച്ച് മുറിച്ചേ പറ്റത്തുള്ളൂ, എന്റെ ജീവൻ നിലനിൽക്കത്തില്ല. ഇവരെല്ലാം വളരെ ഭാരപ്പെട്ടു, ഒത്തിരി കരയുമൊക്കെ ചെയ്തു. അത് ഈ കാലൂടെ മുറിച്ചാൽ എന്ത് ചെയ്യുമെന്ന് കണ്ട് എൻ്റെ അടുക്ക വന്നത് പറഞ്ഞു. ഞാൻ അവരെ കാണാതെ, അവരെന്നോട് പറയുന്നത് കേൾക്കാതെ ഞാൻ കമന്ന് കടന്ന് കരയുവാനിടയായി തീർന്നു. ഒരു കാലം മുറിച്ചു, ഇതൂടെ മുറിച്ചാൽ എന്തായിത്തീരും എന്നൊക്കെ ചിന്തിച്ച് കരയുവാനിടയായി തീർന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് എല്ലാവരും പറയുന്നുണ്ട്, ധൈര്യപ്പെട്, സാരമില്ല എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ വന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ശരി മുറിക്കാമെന്നൊക്കെ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാനൊക്കെ തീരുമാനിച്ചു. അതിന്റെ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു. ബ്ലഡ് ഓട്ടമില്ല, പഴുത്തു. ബ്ലഡ് മുട്ടിന് താഴെ വെച്ച് മുറിച്ച് ഇവിടെ അവിടെ കിടക്കുമ്പോൾ പിന്നെയും ആ പഴുപ്പ് പോട്ട് കയറുകയാണ്. പറയട്ടെ, 5.5 മാസം ഞാൻ ഈ ഇടതുകാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ കിടക്കേണ്ട വന്നു. 3 പ്രാവശ്യം എൻ്റെ ഇടതുകാലം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. മുട്ടിന് മേളിൽ വരെ മുറിച്ചു. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാ. പലപ്പോഴും പല പ്രാവശ്യം മരിച്ചു എന്ന് പറഞ്ഞ് ശവം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അത് പേപ്പറിലൊക്കെ സൈൻ ചെയ്യിച്ചതാ. ഒരു പ്രാവശ്യം ഷുഗർ 360 ഇൻസുലിൻ എടുത്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 40-ലെത്തി. എന്നെ ഐസിയുവിൽ തട്ടി ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് അവർ ഐസിയുവിൽ കൊണ്ടാക്കി. എങ്കിൽ അവിടെ നിന്ന് ദൈവം എന്നെ ജീവിപ്പിച്ചു എന്ന് പറയാം. ഈ സമയത്തൊക്കെ അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവസഭകൾ എന്നെയും എൻ്റെ കുടുംബത്തെ സഹായിച്ചു. യാതൊരു വരുമാനവും ഇല്ലാത്ത അവസ്ഥയിലായി. എൻ്റെ അസുഖത്തെ തുടർന്ന് മൂത്ത മോന്റെ പഠിത്തമൊക്കെ നിർത്തേണ്ടി വന്നു. അങ്ങനെ യാതൊരു ഇതുമില്ലാതെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഭാരപ്പെട്ട് കഴിഞ്ഞു. അനേകം സഹായിച്ചതിന്റെ ഫലമായി ഇന്നും ജീവനോടെ നിൽക്കുവാൻ ദൈവം ഇടയാക്കി. എന്റെ കഴിവുകൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കരുണയാ. ദൈവം പ്രാർത്ഥന കേട്ടു. അനേകന്റെ പ്രാർത്ഥനയും സഹായവും കൊണ്ടാണ് ഇന്ന് വരെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നോർക്കുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു വന്നു. കാലുകളൊക്കെ വെക്കണം, ഒരു കാല് വെക്കാൻ പറ്റും, 2 കാലും വെക്കണം. 2 കാലും വെച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. കാല് വെച്ചതിന് അതിനും പൈസ ആയെങ്കിൽ ഒന്നും നടക്കാനുള്ള സാഹചര്യം പറ്റിയില്ല. കാല് വെച്ചത് മുതൽ എൻ്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ച മരുന്ന് എൻ്റെ കണ്ണിനേറ്റും. വളരെ വലിയ മരുന്ന് കഴിച്ചത് കൊണ്ട് എൻ്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. തിമിരവും ഉണ്ടായി. ഡോക്ടറെ അടുക്ക ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ. കാരണം ഇത്രയും ഓപ്പറേഷൻ ഇവിടെ ചെയ്തു, ഇനി ഇവിടെ ചെയ്യുവാനുള്ളതായ സാഹചര്യമില്ല, തന്റെ ശരീരത്തിന്റെ സ്ഥിതിയും അങ്ങനെയാണ്, അതുകൊണ്ട് നാട്ടിൽ കൊണ്ടുപോക്കോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്ന് കിടന്നു. കാര്യങ്ങളൊക്കെ ചെയ്തു. നാട്ടിൽ വരണമെങ്കിലുള്ള ബുദ്ധിമുട്ട്, കാരണം ഒരാൾ 2-3 പേര് ഒന്നിച്ച് വന്ന് എന്നെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥിതിയിൽ നാട്ടിൽ വരാതൊക്കെ കിടന്നു. അങ്ങനെ മരുന്നുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഷുഗറിനും മറ്റു മരുന്നുകളും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടാകാതെ ഷുഗർ കുറയും, അല്ലാതെ ഈ കണ്ണിൻ്റെതായ കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എപ്പോഴും ഞാനിങ്ങനെ കിടന്ന് കരയുമ്പോൾ എൻ്റെ വൈഫ് പറയാണ്ട്, ദൈവം തന്നതാ, മേടിച്ചോ എന്ന് പറയും. ഒന്നും കരയണ്ട, വന്നതുപോലെ നമുക്ക് സഹിക്കാമെന്ന് പറഞ്ഞ് പലപ്പോഴും എന്നോട് പറയാറുണ്ട്. എങ്കിലും എനിക്ക് വളരെ സങ്കടമുണ്ട്. അവരാണ് എന്നെ ബാത്റൂമിൽ കൊണ്ടുവന്നത്, തിരിച്ചു കൊണ്ടുവരുന്നു. മൂത്ത മോനാണെങ്കിൽ എടുത്തുകൊണ്ട് ഒരു കൊച്ചിനെ എടുത്തോണ്ട് പോകുന്ന പോലെ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകും, അവിടുന്ന് തിരിച്ചു കൊണ്ടുവരും. അത് കാണുമ്പോഴൊക്കെ എനിക്ക് വളരെ സങ്കടവും ഭാരവും തോന്നിയിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ദൈവമെങ്കിലും കൈവിട്ടില്ല എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2024 ഡിസംബർ മാസത്തിൽ എൻ്റെ മുഖത്ത് അടുത്ത സൈഡിൽ ഒരു ചെറിയ ഞൊണല് വന്നു. ആ ഞൊണല് വളരെ അത് വലുതായിക്കൊണ്ടേയിരുന്നു. അത് ഡിസംബർ മാസം അവസാനമായപ്പോൾ വലുതായി. ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് അത് പഴുത്ത വ്രണമായി. പഴുപ്പും വെള്ളവും ഒക്കെ ഒലിക്കാൻ തുടങ്ങി.
ഹോസ്പിറ്റലിൽ ചെന്നാലുള്ള ബുദ്ധിമുട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോകാനൊക്കെ കടന്നു. ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം ഒരു പാസ്റ്റർ എന്നെ കാണാമെന്ന് വെച്ചെന്റെ സ്ഥിതി കണ്ടിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഇങ്ങനെ കടന്നാൽ പറ്റുമോ, ഇതുകൊണ്ട് ഇങ്ങനെ കടന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും എന്നൊക്കെ എന്നോട് ചോദിച്ച്. ഹോസ്പിറ്റലിൽ പോകണ്ടായോ, എനിക്ക് അന്നേരം മിണ്ടാനോ ഒന്നും പറ്റാത്ത സംഗതിയാണ്. അന്നേരം പാസ്റ്റർ ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ കൈമലർത്തി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്ഥിതി വളരെ മോശമായി, നിങ്ങൾ എത്രയും പെട്ടെന്ന് മേലാറ്റി കൊണ്ടുപോയി, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഡോക്ടറെ കൊണ്ടുപോകാനുള്ള സാഹചര്യമോ ഒന്നുമില്ല, അവരുടെ സ്ഥിതി ഇന്ന പോലെയാണ്, അതുകൊണ്ട് ഇനി ഇവിടെ തന്നെ നോക്കെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എഴുതി തന്നാൽ ഞാനത് നോക്കാം, എന്താണെന്ന് എനിക്കറിയത്തില്ല. എഴുതി കൊടുത്തു. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് മൂന്നാമത്തെ ദിവസം എൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. 15 ദിവസം എന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ആംഗ്യ ഭാഷയിൽ ആയി കാര്യങ്ങളെല്ലാം. 20 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണ് രണ്ടും അടഞ്ഞു, ശ്വാസം നിലച്ചു വരുന്നു, ഞരമ്പൊന്നും കിട്ടും, പൾസൊന്നുമില്ല, ആകെ ബുദ്ധിമുട്ടി. 3 പ്രാവശ്യം എന്റെ വൈഫിനെ കൊണ്ട് ഡോക്ടർ സൈൻ ചെയ്യിച്ചു ഞാൻ മരിച്ചു, ശവം കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്യാൻ വേണ്ടി. 3-ാമത്തെ പ്രാവശ്യം സൈൻ ചെയ്ത് കഴിഞ്ഞ് എന്റെ വൈഫ് പുറത്തു പോയി, പാസ്റ്ററെ വിട്ടു. അകത്ത് വന്നെന്നെ കണ്ടപ്പോൾ ഞാൻ മരണം മാത്രമാണ്, ഒരു അല്പം ശ്വാസം മാത്രം, ബാക്കി ഒന്നുമില്ല. പാസ്റ്റർ പുറത്ത് ചെന്ന് അടുത്തുള്ള പാസ്റ്റർമാരൊക്കെ വിളിച്ചു, ജോർജ് കുട്ടി പാസ്റ്റർ മരിക്കും, നിങ്ങളെല്ലാം നാട്ടിൽ വിടാനാണെങ്കിൽ ശവം നാട്ടിൽ കൊണ്ട് അത് ചെയ്യണം, അല്ലെ ഇവിടെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ ശവടക്കം എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അവിടെ നിൽക്കുകയാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട്. എന്റെ കർട്ടനൊക്കെ ഇട്ട് മൂടി എന്നെ അങ്ങനെ കടത്തിയേക്കുന്നു. ഞാനൊന്നും അറിയുന്നില്ല, എനിക്കൊന്നും കാണാൻ അറിയത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞു. അങ്ങനെ കർട്ടനിട്ട് മൂടി അവിടെ കടത്തിയിരിക്കുന്നു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വന്ന് നോക്കുമ്പോൾ ഞാൻ ചെറിയൊരു അനക്കം തുടങ്ങി, കണ്ണിങ്ങനെ വെട്ടിച്ച് തുറക്കുന്നുണ്ട്. അവൻ ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ വന്നു, എന്റെ കണ്ണിനെ ഞാൻ തുറക്കുന്ന കണ്ട് ഡോക്ടർ അവിടെ നിന്നു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്വാസം വിടുന്നുണ്ട്, ഞാൻ കൈ അനക്കി. അന്നേരം ഡോക്ടർ വളരെ പെട്ടെന്ന് ചികിത്സയ്ക്കുള്ള ക്രമീകരണം ചെയ്തെന്ന് പറഞ്ഞു. എനിക്ക് മരുന്ന് കയറ്റാൻ ഞരമ്പുകളൊക്കെ നോക്കി, എൻ്റെ കയ്യിൽ ഒരു ഞരമ്പും ഇല്ല. അങ്ങനെ എൻ്റെ കഴുത്തിലൂടെ അദ്ദേഹം മരുന്ന് കയറ്റാനുള്ള ക്രമീകരണം ചെയ്തു. മരുന്ന് കയറ്റാൻ തുടങ്ങി. എനിക്ക് ജീവൻ തിരികെ തന്നു. അങ്ങനെ ജീവൻ തിരികെ തന്നു. ഞരമ്പ് കയറ്റി മരുന്നുകളൊക്കെ ഇരുന്നാലും ഈ വ്രണത്തിൽ നിന്ന് പഴുപ്പും വെള്ളവും കുടുകൂടാന്ന് ഒഴുകുകയാണ്. സ്ട്രെസ് ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ള സ്ഥിതിയിൽ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, ഇവിടെ കിടക്കുന്നതിനും ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഒക്കെ ഉത്സാഹപ്പെടുത്തിയെങ്കിലും എൻ്റെ വൈഫും ഒക്കെ പറഞ്ഞു ഇവിടെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇന്നതാണ്, ഉള്ള ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. അവിടെ കിടത്തി. 24-ാമത്തെ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഞാൻ കൈക്ക് പിടിച്ചു, ഡോക്ടറെ എന്നെ ഡിസ്ചാർജ് ചെയ്തേ, എനിക്ക് ഇവിടെ കിടക്കുന്ന. ഡോക്ടറിനോട് പറഞ്ഞു, ജോർജ് കുട്ടി ഈ സ്ഥിതിയിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, സ്ഥിതി വളരെ മോശമാണ്, ആരോഗ്യസ്ഥിതിയും ശരീരത്തിന്റെ അവസ്ഥയും വളരെ മോശമാണ്, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇതാണ്, അതുകൊണ്ട് എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എഴുതി തന്നാൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെ കാര്യങ്ങളെല്ലാം ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ട് തന്നിച്ച് പറഞ്ഞു, എൻ്റെ വൈഫ് ഇങ്ങനെ വീട്ടിലിട്ടേക്കാൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാണ്, അത് മാത്രമല്ല ഇനി ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല, നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വിട്ടു. എങ്കിലും നാട്ടിൽ ഒരാളുടെ ബുദ്ധിമുട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് വളരെ മോശമായെന്ന് പറഞ്ഞാൽ വ്രണത്തിൽ നിന്ന് വെള്ളവും പഴുപ്പും ചാടുകയാണ്. അങ്ങനെ ഈ കിടക്കുന്ന സമയത്ത് ഒരാൾ ഡ്രസ് ചെയ്യണം. അടുത്തുള്ളതായ ഒരു മെഡിക്കലിൽ നിന്ന് ഒരു കമ്പൗണ്ടറെ വിളിച്ചു. ഡ്രസ് ചെയ്യാൻ ഒരു ദിവസം 500 രൂപ കൊടുക്കണം. അങ്ങനെ 15 ദിവസം ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഡ്രസ്സിങ് എല്ലാം പോകും. പഴുപ്പും വെള്ളം ഒലിക്കുന്നുണ്ട്. 15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇനി വേണ്ട, ഇനി ഡ്രസ് ചെയ്യണ്ട, അങ്ങനെ കടന്നോട്ടെ. അങ്ങനെ ഡ്രസ് ചെയ്യാതെ 3-4 ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഡ്രസ് ചെയ്യാൻ തുടങ്ങി. വളരെ നോക്കാൻ പോലും പേടിയാണ്, ആ സ്ഥിതിയിലാണ്. ഡ്രസ് ചെയ്യാൻ തുടങ്ങി. ചില ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി എന്ത് ഡ്രസ് ചെയ്യുന്നു, ഡ്രസ് ചെയ്യാൻ നിൽക്കത്തില്ല, വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സിങ് ഒക്കെ നിർത്തി. അത് ആ സമയത്ത് എൻ്റെ പുറത്ത് കിടന്ന് പുറകിൽ ഒരു മുറിവ് വന്നു. മുറിവെന്ന് പറയാൻ വയ്യാത്ത പോലെ സങ്കടത്തിലെ മുറിവായി. മുറിവെന്ന് പറഞ്ഞാൽ പഴുത്തു വ്രണമായി. പഴുപ്പ് തന്നെ ചാടും. ഡ്രസ് ചെയ്യുമ്പോഴും പഴുപ്പാണ് വരുന്നത്. അത് മാത്രമല്ല, ഞാൻ കിടക്കുന്ന റൂമിലാണ്, ഒരു മനുഷ്യനെ കയറാൻ പറ്റത്തില്ല, അതുപോലെ പഴുപ്പ് നാറ്റമാണ്.
വളരെ നാറ്റപ്പെട്ടു. റൂം സ്പ്രേ ഒക്കെ മേടിച്ച് അടിക്കുമെങ്കിലും ഒരു പ്രയോജനമില്ല. നാറ്റം കൊണ്ട് ആർക്കും റൂമിൽ വരാൻ പറ്റത്തില്ല. വരുന്നവർ പുറത്തിന് സംസാരിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. ഞാനൊരു വളരെ ഭാരപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യുമെന്നൊക്കെ ആണെങ്കിൽ ചിന്തിച്ചു. ദൈവത്തോട് കരയും. ദൈവമേ എന്നെ സ്ഥിതിയിലാക്കിയത്. ദൈവത്തോട് കരയുമ്പോൾ ദൈവം എന്നെ ധൈര്യപ്പെടുത്തും. അങ്ങനെ ഈ മുറിവ് വളരെ നാട്ടിൽ കൊടുക്കുന്ന മുണ്ട് പഴുപ്പ് കൊണ്ട് നിറയും. എങ്കിലും ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം ദൈവം എനിക്ക് ഉത്തരം തരും. ദൈവം പറഞ്ഞു മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനും ഓവയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തും. ഞാനത് ധൈര്യപ്പെടാറുണ്ട്. ചില ദിവസങ്ങളൊക്കെ പിന്നെയും ഡ്രസ് ചെയ്തെങ്കിലും ഞാൻ ഒടുവിൽ പറഞ്ഞു, എൻ്റെ വൈഫിനോടൊക്കെ പറഞ്ഞു ഇനി ചെയ്യണ്ട, അങ്ങനെ കിടക്കട്ടെ. അവരെന്നോട് ചോദിച്ചു ഈ നാറ്റം കൊണ്ട് എങ്ങനെ ഇവിടെ ഇരിക്കും എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നെ കുളിക്കാൻ കൊണ്ടിരുത്തി. ഞാൻ പറഞ്ഞൊരു തുണിതാ, ഞാൻ ആ തുണി കൊണ്ട് അവിടെ തേച്ച് കഴുകി. എന്നാലും പഴുപ്പാണ്. ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് വന്ന് തിരിച്ചു കിടക്കുമ്പോഴും പഴുപ്പിന്റെ നാറ്റമാണ്. ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇത് കരിയുമോ, എന്റെ സ്ഥിതിക്ക് എന്താവുന്നു ഞാൻ ദൈവത്തോട് ചോദിക്കും. ദൈവം എന്നോട് ഭയപ്പെടേണ്ട, ഞാൻ ഇതുവരെ ചെയ്ത ദൈവമുണ്ട്, ഇതുവരെ കൂടെ ഇരുന്നു, ഞാൻ ഇനിയും കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തും. അങ്ങനെ മുറിവുകളൊക്കെ ഇങ്ങനെ ഞാൻ എന്നെ എന്ത് കുളിക്കാൻ കൊണ്ടുപോയി കുളിച്ച് അവിടെ വെച്ച് ഇങ്ങനെ തൂത്ത് തുടച്ചൊക്കെ വരും. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു കയറി വന്നു. അവിടെ നേരം കഴിഞ്ഞപ്പോൾ വൈഫിനോട് ചോദിച്ചു മുറിവ് കരിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താന്ന് അറിയത്തില്ല, ഇപ്പം പഴുപ്പിന്റെ നാറ്റമൊന്നുമില്ല. നോക്കി മുറിവ് ചൂട്ടുണങ്ങുന്ന പോലെ നല്ലതുപോലെ കരിഞ്ഞു. പഴുപ്പെല്ലാം നിന്നു. എങ്ങനെ കരിഞ്ഞു? ദൈവം മുറിക്കുന്നതിന് മുറിവ് കെട്ടുന്നതിന് പറഞ്ഞതുപോലെ എൻ്റെ പഴുപ്പിന്റെ നാറ്റം, ആ പഴുപ്പൊലിക്കുന്ന സ്ഥിതി എല്ലാം മാറി. ആ മുറിവ് നല്ലതുപോലെ ഉണങ്ങി. ഇന്ന് വരെ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതിങ്ങനെ ഇരിക്കുന്നു. ഇപ്പോഴും പറയട്ടെ, എൻ്റെ മുഖത്തിന്റെ സ്ഥിതി വളരെ മോശമാണ്. കാരണം മുഖത്ത് നിന്ന് ഇപ്പോഴും വെള്ളം ഒലിക്കുന്നുണ്ട്. ഈ മരുന്നുകളെല്ലാം കഴിച്ചതിന്റെ ഫലമായി എൻ്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് മുഖത്ത് നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് മുറിവെല്ലാം ഉണങ്ങിയെങ്കിലും വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. അങ്ങനെ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ സഹായിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അന്നേരം എൻ്റെ നാട്ടിലേക്ക് വരാൻ വിളിക്കുമെങ്കിലും നാട്ടിൽ വന്നാൽ എൻ്റെ കുടുംബം നാട്ടിൽ തിരുവല്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ 8 പേരാ. ഞങ്ങൾ കുടുംബ സ്വത്ത് എന്ന് പറയുന്നത് ആകെയുള്ളത് 4 സെന്റ് സ്ഥലമാണ്. അതിൽ എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു. ജ്യേഷ്ഠൻ അവിടെ ഒരു വീട് വെച്ച്, അനിയനും വീട് വെച്ച്. പിന്നെ സ്ഥലമില്ല. എവിടെ വരും? നാട്ടിൽ വരാൻ പറ്റത്തില്ല, എറണാകുളത്ത് പോകാൻ പറ്റത്തില്ല. ഇവിടെ വന്നാൽ ഭാര്യ വീട്ടിൽ വന്നാലാണെങ്കിൽ ഇവിടുത്തെ വീട് പഴയൊരു വീടാണ്, ഓടിട്ടതാണ്. ഓടെല്ലാം പോയി, അതിന് പട്ടികയെല്ലാം പോയിട്ട് ടാർപ്പ വലിച്ചു കെട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥിതിയിലാണ്. കയറി വരണമെങ്കിൽ 14 സീഡ് കയറി വരണം, എടുത്തുകൊണ്ട് വരണം. ആര് വരുമെന്നൊക്കെ ഭാരപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ വരാനുള്ള സാഹചര്യത്തിന് വേണ്ടി ഇവിടെ ഒരു റൂം പണിയണമെന്നൊക്കെ ചിന്തിച്ച് വന്നെങ്കിലേ വരാൻ പറ്റത്തുള്ളൂ. യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് ഒരു റൂം പണിയണം. റൂം വന്നാൽ ഇവിടെ വരാമെന്നൊക്കെ ആഗ്രഹിച്ചു. ആര് സഹായിക്കും? ദൈവസന്നിധി പ്രാർത്ഥിച്ചു. കാര്യങ്ങളൊക്കെ അമ്മ എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു. റൂം പണിതു. നാട്ടിൽ വരുവാനുള്ളതായ ക്രമീകരണം ചെയ്തു. കഴിഞ്ഞ മുമ്പത്തെ മാസം നാട്ടിൽ വരുവാനിടയായി തീർന്ന് തൃശ്ശൂര് ബീച്ചിൽ വന്നു. അവിടെ ആയിരിക്കുന്നു. വേറെ ഇങ്ങനെ കിടക്കുമ്പോൾ പലരും വന്ന് പറയാറുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ലയോ അറിയാം, അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ഇവിടുന്ന് പോകാൻ? നേരം എൻ്റെ ഭാര്യ വീട്ടിൽ 30 സെന്റ് സ്ഥലമുണ്ട്. 30 സെന്റ് സ്ഥലത്തിന് 10 സെന്റ് സ്ഥലം എൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുത്തത് റോഡ് സൈഡാണ്. ആ റോഡ് സൈഡ് എഴുതി കൊടുത്തു. അത് മാത്രം അന്നേരം എഴുതി തന്നപ്പോഴേ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ഥലം എഴുതി തരാം, മറ്റു കാര്യം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് പറഞ്ഞ് എഴുതി തരുവാനിടയായി തീർന്നു. ആ സ്ഥലം 10 സെന്റ് സ്ഥലമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഇത്രയും നടത്തിയ ഒരു ദൈവമുണ്ട്. മനുഷ്യ മുഖത്തേക്ക് നോക്കി ദൈവമുഖത്ത് നോക്കിയതുകൊണ്ട് ഇത്രയും എന്നെ നടത്തി. മരണത്തിനുള്ള നീക്കുപോക്ക് തന്നു. ഡോക്ടർ പറയുന്നത്, ജോർജ് നിങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് വളരെ അത്ഭുതമാ, മരിച്ചെന്നും പറഞ്ഞ് വിട്ടതാ, ദൈവം പിന്നെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്താറുണ്ട്. പലരും ഇവിടുന്ന് കരഞ്ഞ് വിളിക്കാറുണ്ട്, കാരണം മരിച്ചു എന്ന് പറഞ്ഞ്. എങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. എന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്നു. ഞാനിപ്പോൾ ഇവിടെ തൃശ്ശൂര് ആയിരിക്കുന്നു. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്ക് വലിയൊരു പ്രയോജനമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം സകലത്തിന് നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവമുണ്ട്.
മരിച്ചു എന്ന് പറഞ്ഞ് എഴുതി തള്ളിയെങ്കിലും ഇന്നും ജീവനോടിരുന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം നൽകിയത് ദൈവമാണ്. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടേതായ ഭവനത്തിൽ, നിങ്ങളുടെ ദേശത്ത് ഇത് കേൾക്കുന്നവർക്ക് വലിയൊരു വിടുതലും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാരണം എന്നെ നടത്തിയ ദൈവം, സഹായിച്ച ദൈവം, വിടുവിച്ച ദൈവം, മരണത്തിന് നീക്കുപോക്ക് നൽകിയ ദൈവം, ഈ സാക്ഷ്യം കേൾക്കാൻ നിങ്ങൾ ഈ സാഹചര്യത്തിലായിരിക്കും, ഈ അവസ്ഥയിലായിരിക്കുമെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു, ഈ സാഹചര്യത്തിന് മാറ്റം കൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്റെ സ്ഥിതിയെ മാറ്റി ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും എന്ന് പറയുന്ന പോലെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്കും വിശ്വസിക്കാം, നമ്മുടെ സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ടെന്ന്. ഇങ്ങനെ എന്നെ നടത്തിയൊരു ദൈവമുണ്ട്. ഒത്തിരി കഷ്ടങ്ങളിലൂടെ വേദപുസ്തകം പറയുന്ന പോലെ കഷ്ടങ്ങൾ കാണുമാറാക്കിയ ദൈവമുണ്ട്. അനേക കൃപ എന്നെ കഷ്ടം സഹിപ്പാൻ ദൈവം എന്നെ വിളിച്ചു, വേർതിരിച്ചു. കഷ്ടത്തിലൂടെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. അനേകർ എന്നെ സഹായിച്ചു, രക്ഷിച്ചു. സാമ്പത്തികമായി, പ്രാർത്ഥനയിലും ഒക്കെ സഹായിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയത്. നടക്കാൻ വീൽ ചെയറിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട്. എന്നെ ഇങ്ങനെയാക്കിയതിൽ ദൈവത്തിന് പ്രത്യേക പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമെന്ന് ഇങ്ങനെ നിങ്ങളുടെ ആരോമൽ ടിവിയിൽ ഒരു സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം നൽകിയത് ദൈവത്തിന്റെ കൃപയാ. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു അനുഗ്രഹമായി തീരും. അത് എനിക്ക് പൂർണ്ണമായി വിശ്വസിപ്പാനിടയായി തീരും. പലരും വിളിക്കാറുണ്ട് ഫോണിലൂടെ, പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ്. ഈ കേൾക്കുന്ന ആരോമൽ ടി വി പ്രേക്ഷകരെ, ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഏത് സാഹചര്യത്തിലാകട്ടെ, ഏത് വ്യക്തിയാകട്ടെ, സമുദായം ഏതാകട്ടെ, സംഘടന ഏതാകട്ടെ, അതൊന്നുമല്ല. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ അറിയുവാൻ കഴിയും. ഈ ഹൃദയം നമ്മൾ ദൈവത്തിനായി നൽകി, ദൈവത്തിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച സന്ദർഭം, കരഞ്ഞ സന്ദർഭമുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ജോർജ് ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ കടന്നെങ്കിലും ജോർജിന്റെ മുഖത്ത് ഒരു നിരാശയുടെ മുഖം കണ്ടിട്ടില്ല, എപ്പോഴും ചിരിച്ച മുഖത്തോടെ കിടക്കുന്ന സന്ദർഭം. ഞാനൊരു ദിവസം ഡോക്ടറെ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. എന്റെ കാല് മുറിക്കുവാൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എഴുതി വെച്ചതാ, അതാണ് നടന്നത്. അല്ലാതെ അത്ഭുതമായിട്ട് ദൈവത്തിന് മുമ്പേ എഴുതി വെച്ചതാ, അതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ഡോക്ടർ പറയും, ജോർജിന്റെ ധൈര്യം ദൈവം, നിങ്ങൾ സേവിക്കുന്ന ദൈവം തന്നതാണെന്ന് പറഞ്ഞ് എന്നെയും ധൈര്യപ്പെടുത്താറുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ, എനിക്ക് മുഖത്ത് മുഴ വന്നെന്ന് പറഞ്ഞു. അത് 60 ദിവസം ഒരു ഭക്ഷണം പോലും കഴിക്കാതെ വെറും പച്ചവെള്ളവും മരുന്നുമായിട്ട് മാത്രം ഞാൻ കിടന്നു. ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാൻ പറ്റത്തില്ല, കഴിച്ചാൽ ഛർദിക്കും. ആ സ്ഥിതി 60 ദിവസം ഒന്നും മരുന്നിന്റെയും വെറും പച്ചവെള്ളത്തിന്റെ എങ്ങനെ ദൈവം ജീവൻ നൽകിയ ദൈവത്തിന് നിലനിർത്താൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. എന്റെ ആരോമൽ ടി വി പ്രേക്ഷകരോട് പറയാം, നമ്മളുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം, നാം ആശ്രയിക്കുന്ന ദൈവം നമ്മെ ജീവനോടെ നിർത്തുവാൻ കഴിവുള്ള ദൈവമാണ്. എന്റെ സാഹചര്യം ഇങ്ങനെയാണ്. ഈ സാഹചര്യത്തിലും എന്നെ പട്ടിണിയുടെ നടുവിൽ ദൈവം എന്നെ നടത്തി, സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിന്റെ കരുതലാണ്. ഈ സാക്ഷ്യം കേട്ട നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും വിടുതലും ആയി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുന്നു. എനിക്ക് എന്റെ ഭാര്യ ലജി, എനിക്ക് 2 മക്കളുണ്ട്. ഒന്ന് ജോജി, മൂത്തവൻ ജോജി ജോർജ്, ഇളയാള് ജോയൽ ജോർജ്. അങ്ങനെ 2 പേരുണ്ട്. മൂത്തയാൾ ചെറിയ ജോലിയൊന്നും, ഇളയാളിന്റെ ജോലിയൊന്നുമായിട്ട് പഠിത്തമെല്ലാം കഴിഞ്ഞു. മൂത്ത മകന്റെ ഭാര്യ വിൻസി ഇവിടെ ഉണ്ട്, ഒരു കൊച്ചുമകനുണ്ട്. അങ്ങനെ കുടുംബമായി ഇവിടെ ആയിരിക്കുന്നു. ഈ കേൾക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ആരോമൽ ടി വി പ്രേക്ഷകർ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സ്ഥിതിക്ക് ദൈവം പിന്നെയും ഭേദം കൽപ്പിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. എനിക്ക് ഇത്രയും സമയം
സാക്ഷ്യം പറയുവാൻ, എൻ്റെ അനുഭവം പറയുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ആ നോർമൽ TV പ്രേക്ഷകർ, അതിലുപരിയായി പാസ്റ്റർ ദാനിയേൽ ജോൺ അവർക്കും ഈ പ്രേക്ഷകർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നൊരു പ്രാവശ്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസരത്തിൽ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസേനയിൽ നിർത്തുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് കുട്ടി പാസ്റ്ററുടെ സാക്ഷ്യം കേൾക്കാനെ കൊണ്ട് ഇടയായി തീർന്നു. ദേവാസിനോട് ഒന്ന് രണ്ട് കാര്യം ഞാൻ ചോദിക്കട്ടെ. ആൻഡമാൻ നിക്കോബാറിൽ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്നല്ലോ. ഇപ്പൊ അവിടുന്ന് വന്നിട്ട് 5 മാസമേ ആയിട്ടുള്ളല്ലേ? 2 മാസം. ഓക്കെ. ചികിത്സകളെല്ലാം അവിടെ ആയിരുന്നു. ഓക്കെ. ചികിത്സാ ചെലവുകളൊക്കെ സ്വയം വഹിക്കുകയായിരുന്നോ അതോ ആരെങ്കിലും ഒക്കെ സഹായിച്ചോ? ഒത്തിരി പേര് സഹായിച്ചു. അവിടെ IPCയുടെ കൂട്ടായ്മയിലായിരുന്നല്ലേ? ഓക്കെ. ഇപ്പൊ അവിടെ വേറെ ദൈവദാസനെ ഏൽപ്പിച്ചോ ചർച്ച്? ഓക്കെ. ഇപ്പൊ വീട്ടിൽ വിശ്രമിക്കുകയാണ്. 2 കാലും പിന്നെ മുറിച്ചത് കൊണ്ട് അതിന് വെപ്പുകാല് വെച്ചിട്ടുണ്ടോ ഇപ്പൊ? ഓ ശരി. ഓക്കെ. ആകട്ടെ, ദൈവദാസനെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ആയുസ് മുഴുവനും കർത്താവ് ബലവും സൗഖ്യം തരേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ ദൈവം വലിയവ ചെയ്യട്ടെ. ഞാനൊരു വാക്ക് ദൈവദാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. അരോമാ ടിവിയുടെ പ്രേക്ഷകരും ഈ കർത്താവിൻ്റെ ദാസന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് ദൈവം ഒരു വിടുതൽ കൊടുത്ത് തൻ്റെ ജീവിതത്തിൽ ഒരു ആശ്വാസം കൽപ്പിക്കേണ്ടതിന് വേണ്ടി നമുക്കൊരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് കുട്ടി ദീർഘവർഷങ്ങൾ ആൻഡമാൻ നിക്കോബാർ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ കർത്താവെ താൻ അനുഭവിച്ച തിക്താനുഭവങ്ങൾ, വേദനകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാനിടയായി തോന്നുന്നു. ഈ സമയത്ത് ദൈവദാസന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ 2 കാലും മുട്ടിന് താഴെ വെച്ച് താൻ ആമേനെ ചികിത്സയ്ക്ക് വിധേയനായി മുറിച്ചു മാറ്റപ്പെട്ടപ്പോഴും കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. തൻ്റെ മുഖത്ത് വലിയൊരു മുഴയുണ്ടാകുകയും അതിനോടനുബന്ധിച്ച് അതിൻ്റെ ചികിത്സ സംബന്ധിച്ച് തൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെടുവാനും ശരീരം മുഴുവനുമായും തകർക്കപ്പെട്ടതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ ആയിരിക്കുമ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാതെ കർത്താവിൻ്റെ വചനം മാറോട് ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ നിൻ്റെ ദാസന് ദൈവം കൊടുത്തിരിക്കുന്ന ആ നല്ല വിശാലമുള്ള ഹൃദയത്തിനായി സ്തോത്രം. തൻ്റെ ശരീരത്തിന് മാത്രമേ മുറിവുകൾ ഏറ്റിട്ടുള്ളൂ. തൻ്റെ ഹൃദയത്തെ കർത്താവ് ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി, ബലപ്പെടുത്തി ആമേനെ നിർത്തിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് നിൻ്റെ ദാസനെ ഞങ്ങൾ ഭരമേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല സന്ദർഭങ്ങളിലായി താൻ മരിച്ചുപോയി, ഇനി ഒരു ശവോടക്ക് മാത്രമാണ് ശേഷിച്ചിരിക്കുന്നതെന്ന് വൈദ്യശാസ്ത്രം മനുഷ്യർ ഒക്കെ വിധി എഴുതിയപ്പോൾ അതിൻ്റെ നടുവിലും ഇന്നും ജീവനോടെ ഇരുന്ന് കർത്താവിനെ സാക്ഷീകരിപ്പാൻ അവിടുന്ന് കൃപ ചെയ്തനായി സ്തോത്രം. ദൈവദാസനെയും ദാനം കൊടുത്ത മക്കൾ, മരുമക്കൾ, ചെറുപൈതൽ, തൻ്റെ ജീവിത പങ്കാളി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി ശേഷിക്കുന്നു. അതൊക്കെ ഈ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിർവഹിക്കപ്പെടുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അരോമാ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുവാൻ, കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, കർത്താവിനെ തള്ളിപ്പറയാതെ വിശ്വസ്തയോടെ അവസാന ശ്വാസം വരെയും കർത്താവിനെ ആമേനെ പിൻപറ്റുവാൻ എല്ലാ പ്രേക്ഷകരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കഷ്ടമുണ്ട് ആമേനെങ്കിലും ആ കഷ്ടതയിൽ ഞങ്ങളോട് ചേർന്നിരിക്കുന്ന ഒരു കർത്താവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. അതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് കൈവിടാതെ കൂടിയിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ദാസനെയും കുടുംബത്തെയും
അരോമ TV-യുടെ ഓരോ പ്രേക്ഷകരെയും തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട്, കൃപ കൊണ്ട് മറച്ചാട്ടങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്ക വേണം. യേശു ക്രിസ്തുവിനുള്ളതായ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട ദയയോടെ ഉത്തരമെള്ളുമാറാകണം സ്വർഗീയ പിതാവേ. ആമേൻ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ പ്രാർത്ഥിക്കാൻ ഒരു അവസരമുണ്ട്. രാത്രി 9 മണിക്ക് നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. അതുപോലെ ഈ ദേവദാസനെയും കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിലോർക്ക് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജോർജ് കുട്ടി പാസ്റ്റർ ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ വചന ചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com